നമസ്കാരം. കിർഗിസ്ഥാനിൽ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ് കിർഗിസ്ഥാനിലേത്. ആ ആശങ്കയ്ക്ക് കാരണമെന്നത് ഏതാണ്ട് 14,500-നും 15,000-നും ഇടയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കിർഗിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെയാണ് ഈ കലാപകാരികൾ ടാർഗറ്റ് ചെയ്യുന്നത്. വിദേശ വിദ്യാർത്ഥികൾ അവിടെ ധാരാളമുണ്ട്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഈജിപ്തിലെയും അടക്കം ധാരാളം വിദേശ വിദ്യാർത്ഥികളുടെ ഒരു ഹബ്ബാണ് കിർഗിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ധാരാളം വിദേശ വിദ്യാർത്ഥികൾ അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ വിദേശ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കലാപകാരികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളിലും ഹോം സ്റ്റേകളിലുമൊക്കെ കലാപകാരികൾ എത്തി അവരെ ആക്രമിക്കുകയാണ്. ഏതാനും വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്, അവർ അങ്ങനെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കിർഗിസ്ഥാൻ അധികൃതർ അത് നിരസിക്കുകയാണ്. എന്തായാലും കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണവുമാണ് നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ 14,500 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആശങ്ക. അവരോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധത്തിലിരിക്കാനും അതോടൊപ്പം തന്നെ പുറത്തിറങ്ങാതെ സേഫായി ഇരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നിർദ്ദേശം. എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ കിർഗിസ്ഥാനിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെയും ഈജിപ്തിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു താവളമാണ് അവിടെ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് അവിടെ വളരെ കുറവാണ്. ട്യൂഷൻ ഫീ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ലാഭകരമാണ് കിർഗിസ്ഥാനിൽ പോയി പഠിച്ചാൽ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ തദ്ദേശീയരുമായി ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, അതാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണം എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് കഴിഞ്ഞ 13-ാം തീയതി, മെയ് മാസം 13-ാം തീയതി അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ, കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കേക്കിലെ ഒരു ഹോസ്റ്റലിൽ ചില വിദേശ വിദ്യാർത്ഥികളും അവിടുത്തെ തദ്ദേശ വിദ്യാർത്ഥികളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് അടിപിടിയിലേക്ക് നയിക്കുന്നു. ആ അടിപിടിയാണ് അവിടെ നിന്നും ആ വിദേശ വിദ്യാർത്ഥികളും കിർഗിസ്ഥാനിലെ തദ്ദേശീയരായ വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നിരുന്നു. അതായത് പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ഈജിപ്തുകാരായ വിദ്യാർത്ഥികളുമാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കാരെയും ബാധിക്കുന്നുണ്ട്. കാരണം കാഴ്ചയിൽ ഇവരെല്ലാം ഒരുപോലെയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ കാഴ്ചയിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു സംഘം പാകിസ്ഥാനി വിദ്യാർത്ഥികളും ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളും അവിടുത്തെ തദ്ദേശീയരായ വിദ്യാർത്ഥികളുമായി ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് തദ്ദേശീയരായ ജനങ്ങളുടെ വികാരം അത് ഉണരുകയും വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ കലാപം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് കിർഗിസ്ഥാനിൽ. ഇതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പോലും സുരക്ഷയെ ആശങ്കയിലാക്കിക്കൊണ്ട് വലിയ കലാപം അവിടെ നടക്കുന്നത്. എന്തായാലും സർക്കാർ ഇതിനെതിരെ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. ഇന്ത്യ സർക്കാരും കിർഗിസ്ഥാൻ ഭരണകൂടവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. കൃത്യമായി ജാഗ്രതാ നിർദ്ദേശവും പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശവുമാണ് ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. ഒഴിപ്പിക്കൽ നടത്തേണ്ടി വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു വരികയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. താൽക്കാലികമായി അവിടെ കലാപം രൂക്ഷമാണ്. കലാപകാരികളുടെ മുന്നിൽപ്പെട്ടാൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമോ ആഭ്യന്തര കലാപമോ ഒന്നുമല്ലാത്തത് കാരണം ഒഴിപ്പിക്കൽ ഉടനെ വേണ്ട എന്ന ഒരു നിശ്ചയത്തിലാണ് രാജ്യങ്ങളെല്ലാം തന്നെ. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള പ്രശ്നമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ അതിനും ഇന്ത്യ തയ്യാറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ കലാപബാധിതമായ പ്രദേശങ്ങൾ, യുദ്ധമേഖലകളിൽ ഇവിടെ നിന്നൊക്കെ ഒഴിപ്പിച്ചതുപോലെ അടിയന്തരമായ ഒരു ഒഴിപ്പിക്കലിന് പ്രസക്തിയില്ല. പക്ഷേ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളോട് ജാഗ്രത പാലിക്കേണ്ടതും
മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ സേഫായി ഇരിക്കേണ്ടതും സുരക്ഷിതമായി ഇരിക്കേണ്ടതും പ്രാധാന്യം ഇപ്പോൾ ഇന്ത്യൻ അധികൃതർ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.